ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം അവസാന അധ്യായമായ 6-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം. ഈ അധ്യായത്തിൽ ആകെ 24 വാക്യങ്ങളും 5 ശീർഷകങ്ങളുമാണ് ഉള്ളത്. ആദ്യത്തെ ശീർഷകം മക്കളും മാതാപിതാക്കന്മാരും. ഇതിൽ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഉൾപ്പെടുന്നു. രണ്ടാമത്തെ ശീർഷകം ഭൃത്യന്മാരും യജമാനന്മാരും. ഇതിൽ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഉൾപ്പെടുന്നു. മൂന്നാമത്തെ ശീർഷകം ആത്മീയ സമരം. ഇതിൽ 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഉൾപ്പെടുന്നു. നാലാമത്തെ ശീർഷകം നിരന്തരം പ്രാർത്ഥിക്കുവിൻ. ഇതിൽ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഉൾപ്പെടുന്നു. അഞ്ചാമത്തെ ശീർഷകം ഉപസംഹാരം ആശംസ. ഇതിൽ 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ഉൾപ്പെടുന്നു. ഈ അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഉപദേശങ്ങൾ നൽകുന്നു. യജമാനന്മാർക്കും ഭൃത്യന്മാർക്കും ഉപദേശങ്ങൾ നൽകുന്നു. കൂടാതെ എല്ലാ അന്ധകാര ശക്തികൾക്കും തിന്മകൾക്കുമെതിരെ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും എടുത്ത് പോരാടുവിൻ എന്ന് എഫെസോസുകാരോട് ആഹ്വാനം ചെയ്യുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹ തന്നെക്കുറിച്ച് പറയുന്നുണ്ട്. സുവിശേഷ രഹസ്യത്തിൻ്റെ ബന്ധനസ്ഥനായ സ്ഥാനപതിയായ തനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണമെന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫെസോസുകാരോട് പറയുന്നു. എഫെസോസ് 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ കുട്ടികളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ സംസാരിക്കുന്നത്. കുട്ടികളെ, നിങ്ങൾ കർത്താവിൽ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, അത് ന്യായയുക്തമാണ്. വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഇതത്രേ: നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കേണ്ടതിനും മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ ശ്ലീഹ പിതാക്കന്മാർക്കും ഉപദേശം നൽകുന്നു. നിങ്ങൾ കുട്ടികളിൽ കോപമുളവാക്കരുത്, അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ. അടുത്ത ശീർഷകം ഭൃത്യന്മാരും യജമാനന്മാരും. ദാസന്മാരെ, നിങ്ങളുടെ ലൗകിക യജമാനന്മാരെ കർത്താവിനെ എന്ന പോലെ ഭയത്തോടും ബഹുമാനത്തോടും ആത്മാർത്ഥതയോടും കൂടി അനുസരിക്കുവിൻ. അവരെ പ്രീണിപ്പിക്കുന്നവരെ പോലെ അവരുടെ കൺമുമ്പിൽ മാത്രം ഇങ്ങനെ പ്രവർത്തിക്കാതെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവഹിതം അനുസരിച്ചുകൊണ്ട് കർത്താവിൻ്റെ ദാസന്മാരായിരിക്കണം. മനുഷ്യന് വേണ്ടിയല്ല, കർത്താവിന് വേണ്ടി എന്ന പോലെ നിങ്ങൾ സന്മനസ്സോടെ ശുശ്രൂഷ ചെയ്യണം. ഓരോരുത്തരും സ്വതന്ത്രനോ അടിമയോ ആയിക്കൊള്ളട്ടെ, അവരുടെ നല്ല പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം കർത്താവിൽ നിന്നും ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. യജമാനന്മാരെ, നിങ്ങൾ ഇതുപോലെ തന്നെ ദാസന്മാരോടും വർത്തിക്കുവിൻ. നിങ്ങൾ അവരെ ഭീഷണിപ്പെടുത്തരുത്. എന്തെന്നാൽ നിങ്ങളുടെയും അവരുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവിടത്തേക്ക് മുഖം നോട്ടമില്ലെന്നും അറിഞ്ഞുകൊള്ളുവിൻ എന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫെസോസുകാരോട് പറയുന്നുണ്ട്. അടുത്ത ശീർഷകം ആത്മീയ സമരം. നിങ്ങൾ കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എഫെസോസ് 6-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ടാണ് പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. തിന്മയുടെ ദിനങ്ങളിൽ ചെറുത്തു നിൽക്കുവാനും നിങ്ങളുടെ കർത്തവ്യങ്ങളെല്ലാം നിർവഹിച്ച് പിടിച്ചു നിൽക്കുവാനും അതുവഴി നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിൻ്റെ സുവിശേഷത്തിന് ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയം എടുക്കുവിൻ. രക്ഷയുടെ പടത്തുപ്പി അണിയുവിൻ. ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുവിൻ. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 14 മുതൽ 17 വരെ ഇങ്ങനെ വിശുദ്ധ പൗലോസ് ശ്ലീഹ ആത്മീയ ആയുധങ്ങളെക്കുറിച്ച് പറയുന്നു. അടുത്ത ശീർഷകം നിരന്തരം പ്രാർത്ഥിക്കുവിൻ. നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാനിരതരായിരിക്കുവിൻ. അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞാൻ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കുന്നതിനും സുവിശേഷത്തിൻ്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കുന്നതിനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്ന് ശ്ലീഹ എഫെസോസുകാരോട് പറയുന്നു. സുവിശേഷ രഹസ്യത്തിൻ്റെ ബന്ധനസ്ഥനായ സ്ഥാനപതിയാണല്ലോ താൻ. തൻ്റെ കടമയ്ക്കനുസരിച്ച വിധം സുവിശേഷം പ്രസംഗിക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ അവരോട് പറയുന്നുണ്ട്. അവസാനത്തെ ശീർഷകം ഉപസംഹാരം ആശംസ. ഞാൻ എങ്ങനെ ഇരിക്കുന്നുവെന്ന് അറിയുവാനും എന്തു ചെയ്യുന്നുവെന്ന് അറിയുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനാൽ നമ്മുടെ പ്രിയ സഹോദരനും കർത്താവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകനുമായ തിക്കിക്കോസിനെ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കുന്നുവെന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നു.
അവൻ ഞങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും വിശ്വാസപൂർവകമായ സ്നേഹവും സമാധാനവും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും കൃപയും നിത്യജീവനും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിശുദ്ധ പൗലോസ്ലീഹ എഫെസോസുകാർക്കുള്ള ലേഖനം അവസാനിപ്പിക്കുന്നു. ഇനി നമുക്ക് ഈ ഭാഗത്തിലെ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യോത്തരങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, എഫെസോസ് 6:1 ആരെയാണ് സ്ലീഹ അഭിസംബോധന ചെയ്യുന്നത്? ഉത്തരം, കുട്ടികളെ. അടുത്ത ചോദ്യം, കുട്ടികളോട് കർത്താവിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് സ്ലീഹ പറയുന്നത്? ഉത്തരം, മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ. അടുത്ത ചോദ്യം, എഫെസോസ് 6-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം, 24 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, അത് ന്യായയുക്തമാണ് എന്ന് എഫെസോസ് 6:1 സ്ലീഹ പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ഉത്തരം, മാതാപിതാക്കളെ അനുസരിക്കുന്നത്. അടുത്ത ചോദ്യം, എന്തിനെല്ലാം വേണ്ടിയാണ് മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക എന്ന് സ്ലീഹ പറയുന്നത്? ഉത്തരം, നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി. അടുത്ത ചോദ്യം, വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന എന്താണ്? ഉത്തരം, നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. അടുത്ത ചോദ്യം, എഫെസോസ് 6:4 സ്ലീഹ ആരെയാണ് അഭിസംബോധന ചെയ്യുന്നത്? ഉത്തരം, പിതാക്കന്മാരെ. അടുത്ത ചോദ്യം, പിതാക്കന്മാരെ നിങ്ങൾ കുട്ടികളിൽ ഡാഷ് ഉളവാക്കരുത്. ഉത്തരം, കോപം. അടുത്ത ചോദ്യം, പിതാക്കന്മാരെ നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത്, പിന്നെ എങ്ങനെ അവരെ വളർത്തുവിനെന്നാണ് സ്ലീഹ പറയുന്നത്? ഉത്തരം, കർത്താവിന്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും. അടുത്ത ചോദ്യം, ദാസന്മാരോട് അവരുടെ ലൗകിക യജമാനന്മാരെ ക്രിസ്തുവിനെ എന്ന പോലെ എപ്രകാരം അനുസരിക്കണം എന്നാണ് സ്ലീഹ പറയുന്നത്? ഉത്തരം, ഭയത്തോടും ബഹുമാനത്തോടും ആത്മാർത്ഥതയോടും കൂടി. അടുത്ത ചോദ്യം, മനുഷ്യരെ പ്രീണിപ്പിക്കുന്നവരെ പോലെ യജമാനന്മാരുടെ കൺമുൻപിൽ മാത്രം ഇങ്ങനെ പ്രവർത്തിക്കാതെ എങ്ങനെ ദാസന്മാരായി വർത്തിക്കണം എന്നാണ് സ്ലീഹ പറയുന്നത്? ഉത്തരം, പൂർണ്ണ ഹൃദയത്തോടെ ദൈവഹിതം അനുവർത്തിച്ചുകൊണ്ട്. അടുത്ത ചോദ്യം, ആർക്കു വേണ്ടി എന്ന പോലെയാണ് ശുശ്രൂഷ ചെയ്യേണ്ടത്? ഉത്തരം, മനുഷ്യനു വേണ്ടിയല്ല, കർത്താവിനു വേണ്ടി എന്ന പോലെ സന്മനസ്സോടെ. അടുത്ത ചോദ്യം, ഓരോരുത്തർക്കും സ്വതന്ത്രനോ അടിമയോ ആയിക്കൊള്ളട്ടെ, നല്ല പ്രവൃത്തികൾക്ക് എന്താണ് കർത്താവിൽ നിന്നും ലഭിക്കുന്നത്? ഉത്തരം, തക്ക പ്രതിഫലം. അടുത്ത ചോദ്യം, യജമാനന്മാരോട് ഇതേ രീതിയിൽ തന്നെ ദാസന്മാരോട് പെരുമാറുവിൻ എന്ന് സ്ലീഹ പറയുവാൻ കാരണമെന്ത്? ഉത്തരം, നിങ്ങളുടെയും അവരുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവിടത്തേക്ക് മുഖം നോട്ടമില്ലെന്നും അറിയുവിൻ. അടുത്ത ചോദ്യം, ആരെ ഭീഷണിപ്പെടുത്തരുത് എന്നാണ് സ്ലീഹ എഫെസോസ് 6:9 പറയുന്നത്? ഉത്തരം, ദാസന്മാരെ. അടുത്ത ചോദ്യം, അവസാനമായി കർത്താവിലും അവിടുത്തെ ഡേഷിലും കരുത്തുള്ളവരാകുവിൻ എന്നാണ് സ്ലീഹ പറയുന്നത്? ഉത്തരം, അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും. അടുത്ത ചോദ്യം, സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ എന്താണ് ധരിക്കേണ്ടത്? ഉത്തരം, ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും. അടുത്ത ചോദ്യം, നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പിന്നെ ആർക്കൊക്കെ എതിരായിട്ടാണ് പടവെട്ടുന്നത്? ഉത്തരം, 1 പ്രഭുത്വങ്ങൾക്കും, 2 ആധിപത്യങ്ങൾക്കും, 3 ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും, 4 സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ട്. അടുത്ത ചോദ്യം, എഫെസോസ് 6:12 പ്രകാരം തിന്മയുടെ ദുരാത്മാക്കൾ വർത്തിക്കുന്നത് എവിടെ? ഉത്തരം, സ്വർഗീയ ഇടങ്ങളിൽ. അടുത്ത ചോദ്യം, എഫെസോസ് 6:12 പ്രകാരം എത്ര കാര്യങ്ങൾക്കെതിരായി നാം പടവെട്ടുന്നു എന്നാണ് സ്ലീഹ പറയുന്നത്? ഉത്തരം, 4. അടുത്ത ചോദ്യം, എന്തിനെ എതിർത്ത് നിൽക്കാനാണ് ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ എന്ന് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം, സാത്താന്റെ കുടിലതന്ത്രങ്ങളെ. അടുത്ത ചോദ്യം, ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുന്നത് വഴി എപ്പോൾ ചെറുത്തു നിൽക്കാൻ സാധിക്കുമെന്നാണ് സ്ലീഹ പറയുന്നത്? ഉത്തരം, തിന്മയുടെ ദിനത്തിൽ. അടുത്ത ചോദ്യം, തിന്മയുടെ ദിനത്തിൽ സത്യം കൊണ്ട് അരമുറുക്കി എന്തു ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ എന്നാണ് സ്ലീഹ എഴുതുന്നത്? ഉത്തരം, നീതിയുടെ കവചം. അടുത്ത ചോദ്യം, എഫെസോസ് 6:15 പ്രകാരം എന്തിന് ഒരുക്കമാകുന്ന പാദരക്ഷകളാണ് ധരിക്കേണ്ടത്? ഉത്തരം, സമാധാനത്തിന്റെ സുവിശേഷത്തിനെ. അടുത്ത ചോദ്യം, ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിനെ നിങ്ങളെ ശക്തരാക്കുന്ന എന്താണ് എടുക്കേണ്ടത്? ഉത്തരം, വിശ്വാസത്തിന്റെ പരിച.
അടുത്ത ചോദ്യം, എഫെസോസ് 6:17 പ്രകാരം എന്തിൻ്റെ പടത്തുപ്പിയാണ് അണിയേണ്ടത്? ഉത്തരം രക്ഷയുടെ. അടുത്ത ചോദ്യം, ദൈവവചനമാകുന്ന എന്ത് എടുക്കുകയും ചെയ്യുവിൻ എന്നാണ് സ്ലീഹ പറയുന്നത്? ഉത്തരം ആത്മാവിൻ്റെ വാൾ. അടുത്ത ചോദ്യം, നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ഡാഷിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുവിൻ. ഉത്തരം ആത്മാവിൽ. അടുത്ത ചോദ്യം, അവിശ്രാന്തം ഉണർന്നിരുന്ന് ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നാണ് സ്ലീഹ പറയുന്നത്? ഉത്തരം എല്ലാ വിശുദ്ധർക്കും വേണ്ടി. അടുത്ത ചോദ്യം, താൻ വായി തുറക്കുമ്പോൾ തനിക്ക് വചനം ലഭിക്കാനും ഡാഷ് ധൈര്യപൂർവ്വം പ്രഘോഷിക്കാനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നാണ് സ്ലീഹ പറയുന്നത്? ഉത്തരം സുവിശേഷത്തിൻ്റെ രഹസ്യം. അടുത്ത ചോദ്യം, പൗലോസ് സ്ലീഹ തന്നെ സുവിശേഷവുമായി ബന്ധപ്പെടുത്തി എഫെസോസ് 6:20 പറയുന്നത് എങ്ങനെയാണ്? ഉത്തരം സുവിശേഷ രഹസ്യത്തിൻ്റെ ബന്ധനസ്ഥനായ സ്ഥാനപതി. അടുത്ത ചോദ്യം, എങ്ങനെ തനിക്ക് ധീരതയോടെ പ്രസംഗിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് പൗലോസ് സ്ലീഹ പറയുന്നത്? ഉത്തരം തൻ്റെ കടമയ്ക്കൊത്ത വിധം. അടുത്ത ചോദ്യം, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരിക്കുമല്ലോ എന്ന് സ്ലീഹ ചോദിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ഉത്തരം ഞാൻ എങ്ങനെ ഇരിക്കുന്നുവെന്നും എന്തു ചെയ്യുന്നുവെന്നും അറിയാൻ. അടുത്ത ചോദ്യം, നിങ്ങളോട് ആര് എല്ലാം പറയുമെന്നാണ് പൗലോസ് സ്ലീഹ പറയുന്നത്? ഉത്തരം തിക്കിക്കോസ്. അടുത്ത ചോദ്യം, നമ്മുടെ പ്രിയ സഹോദരനും കർത്താവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകനും എന്ന് ആരെക്കുറിച്ചാണ് പൗലോസ് സ്ലീഹ പറയുന്നത്? ഉത്തരം തിക്കിക്കോസിനെ കുറിച്ച്. അടുത്ത ചോദ്യം, എന്തിനു വേണ്ടിയാണ് തിക്കിക്കോസിനെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കുന്നത് എന്ന് സ്ലീഹ പറയുന്നത്? ഉത്തരം ഞങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിനും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനും വേണ്ടി. അടുത്ത ചോദ്യം, സഹോദരർക്ക് പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും എന്തൊക്കെയാണ് വിശുദ്ധ പൗലോസ് ആശംസിക്കുന്നത്? വിശ്വാസപൂർവകമായ സ്നേഹവും സമാധാനവും. അടുത്ത ചോദ്യം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എന്തൊക്കെ ഉണ്ടാകട്ടെ എന്നാണ് വിശുദ്ധ പൗലോസ് എഴുതുന്നത്? ഉത്തരം കൃപയും നിത്യജീവനും. ഇതോടെ നമ്മുടെ ഈ വർഷത്തെ ലോഗോസ് പരീക്ഷയ്ക്കുള്ള എല്ലാ പഠനഭാഗങ്ങളും അവസാനിക്കുകയാണ്. എല്ലാവരും നന്നായി ബൈബിൾ വായിക്കുക, പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.